പശ്ചിമേഷ്യയുടെ സംഘർഷം ഇങ്ങനെ മൂർച്ഛിക്കുകയാണ്. അതിനിടയിലും കേരളത്തിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ബഹളങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയിരിക്കുകയാണ് എല്ലാവരും. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഏപ്രിൽ 9-നാണ് ഇലക്ഷൻ കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ നിയമസഭയിലേക്കുള്ള സ്ഥാനാർത്ഥികളൊക്കെ UDFും LDFും അതുപോലെ NDAയും മറ്റുള്ളവരും ഒക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം തയ്യാറായി കഴിഞ്ഞു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഞാനും ജോയലും ആരംഭിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് 20 ലോക്സഭാ മണ്ഡലങ്ങളാണ് കേരളത്തിലുള്ളത്. ഇപ്പോൾ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളെക്കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണയാണ് ഈ ഒരു പരിപാടിയിലൂടെ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എത്തിക്കുന്നത്. അപ്പോൾ ഇന്ന് ഏകദേശം ആരംഭിക്കുന്നത് നമ്മൾ വയനാട് ലോക്സഭാ മണ്ഡലമാണ്. വയനാടിന് വലിയ പ്രത്യേകതയുണ്ട്. നമ്മുടെ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയൊക്കെ പ്രതിനിധീകരിക്കുന്ന മണ്ഡലം എന്ന് വിചാരിക്കുന്ന വലിയൊരു ദേശീയ ശ്രദ്ധേയനുള്ള ഒരു മണ്ഡലമാണ്, ലോക്സഭാ മണ്ഡലമാണ് വയനാട്. വയനാടിൻ്റെ ഒരു പ്രത്യേകത, ലോക്സഭാ മണ്ഡലത്തിൻ്റെ പ്രത്യേകത 3 ജില്ലകളിലായി ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് അല്ലേ? പല പല നിയമസഭാ മണ്ഡലങ്ങൾ വയനാട്, മലപ്പുറം, പിന്നെ കോഴിക്കോട് 3 ജില്ലകളിലാണ് വ്യാപിച്ച് കിടക്കുന്നത്. അതെ. അപ്പോൾ നമുക്കൊന്ന് വയനാട് ലോക്സഭാ മണ്ഡലങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളെ കുറിച്ചൊന്ന് ആലോചിക്കാം. ഏതാണ് ആദ്യം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മണ്ഡലം? ആദ്യം നമുക്ക് പറയാൻ പറ്റുന്ന മണ്ഡലം വയനാട് ജില്ലത്തിനുള്ള കൽപ്പറ്റ നമുക്ക് തുടങ്ങാം. കൽപ്പറ്റയിൽ എനിക്കൊന്ന് പൂർണ്ണമായും സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയായില്ലാന്ന് തോന്നുന്നു. പൂർണ്ണമായും സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയായില്ല. അതുകൊണ്ടാണ് ആദ്യം നമുക്ക് ഈ മണ്ഡലത്തെ തന്നെ സംസാരിക്കാന്ന് വെച്ചത്. പിന്നെ BJPയുടെ കാൻഡിഡേറ്റിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ലാത്തൊരു നിയോജക മണ്ഡലം കൂടിയാണ് ഈ കൽപ്പറ്റ നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. നമുക്ക് കൽപ്പറ്റയുടെ കാര്യം പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ പ്രതിഭടനം അറിയാം, എല്ലാവർക്കും അറിയാം. ഇപ്പം സർക്കാർ ഏറ്റവും കൂടുതൽ അഭിമാനം എന്ന് പറയുന്നത് മുണ്ടക്കയിൽ ചൂരൽമലയിലും ഉണ്ടായ ദുരന്തത്തിൽ മരിച്ചവർക്ക് എല്ലാം വീടുകൾ, പുനരധിവാസ പദ്ധതി അവർക്കൊരു 55 വീടുകളോളം 25 വീടുകളോളം അങ്ങോട്ട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അത് തന്നെയാണ് കേരളത്തിൽ ഈ ഇലക്ഷന്റെ പ്രചാരണത്തിൽ LDF ആദ്യം തന്നെ ചൂണ്ടിക്കാട്ടിക്കുന്നത്. അതായത് സർക്കാർ ഈ ചുരുങ്ങിയ ഒരു 1.5 വർഷം 2 വർഷത്തിനുള്ളിൽ തന്നെ ഇത്രയും വീടുകൾ ടൗൺഷിപ്പ് തന്നെ ബിൽഡ് ചെയ്ത് കൊടുത്തു. അപ്പം അതിന് കൗണ്ടർ അവർ വെക്കുന്നത് കോൺഗ്രസിന് ഇതുവരെ കല്ലിടാൻ പോലും സാധിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധി ഇടയ്ക്ക് വന്ന് കല്ലിട്ടു എന്നൊക്കെയാണ്. കല്ലിട്ട കല്ല് കാണുന്നില്ല. അപ്പൊ അങ്ങനത്തെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. പക്ഷെ ടി സിദ്ദിഖ് എന്ന MLA അവിടെ ഭയങ്കര പോപ്പുലറാണ്. ഈ ടി സിദ്ദിഖ് ഇപ്പം ഈ ചൂരൽമലയിലൊക്കെ ഉള്ളവർ ഈ ഒരു ഫംഗ്ഷന്റെ സമയത്ത് വന്നു കഴിഞ്ഞപ്പം ടി സിദ്ദിഖിനെതിരെ ഈ DYFIക്കാർ ഭയങ്കരമായിട്ട് പോയി. അപ്പം എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പം ഈ അവിടെ ഉള്ളവർ ഈ പല മീഡിയാസും റിപ്പോർട്ട് ഈ ചൂരൽമലയിൽ ദുരന്തബാധിതരായിട്ടുള്ളവർക്ക് അവര് പിന്നെ ടി സിദ്ദിഖിന്റെ അടുത്ത് വരുന്നു, സാറ് പേടിക്കണ്ട, സാർ എന്താ ചെയ്തതെന്ന് ഞങ്ങൾക്കറിയാം. അപ്പം ആ ഒരു ഫീലിംഗ് അവിടെ കിടപ്പുണ്ട്. കാരണം ടി സിദ്ദിഖ് ഈ കോഴിക്കോട് നിന്ന് വന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് ആയിരുന്നു. അപ്പം അവിടെ ഒന്ന് നേരെ നല്ല സീറ്റ് കിട്ടാറുണ്ട്. ഒരിക്കലും ഒരു സീറ്റ് കിട്ടി, അത് നല്ല രീതിയിൽ തോൽക്കുകയും ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഒരു സീറ്റ് കിട്ടാത്തതുകൊണ്ട് പിന്നെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ആദ്യം രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിന് മുമ്പ് പിന്നെ സ്ഥാനാർത്ഥി എന്നുള്ള പേരിൽ വന്നത് ടി സിദ്ദിഖ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് സിദ്ദിഖിനൊരു ഷുവർ സീറ്റ് അല്ലെങ്കിൽ ഒരു ഫൈറ്റിംഗ് സീറ്റ് അല്ലെങ്കിൽ ജയിക്കാനൊരു 80% അല്ല 70% ചാൻസ് ഉള്ള സീറ്റ് കൊടുക്കണമെന്നുള്ള രീതിയിലാണ് ടി സിദ്ദിഖിനെ കൽപ്പറ്റയിൽ വന്നത്. പിന്നെ കൽപ്പറ്റ മണ്ഡലം എന്ന് പറയുന്നത് UDFിന് അനുകൂലം. ഡീലിമിറ്റേഷന് ശേഷമുള്ള കഥകൾ മാത്രം നമുക്ക് പറഞ്ഞാൽ മതി. ലിമിറ്റേഷന് മുമ്പും ഡീലിമിറ്റേഷന് ശേഷം. ഡീലിമിറ്റേഷന് ശേഷം കൽപ്പറ്റ നിയോജക മണ്ഡലം പണ്ട് മുതലൊരു UDF ഹെഡ് ത്രോപ്പ് നിയോജക മണ്ഡലമായിരുന്നു. അതിൻ്റെ UDF സ്വഭാവം കുറച്ചുകൂടെ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അപ്പം ടി സിദ്ദിഖ് ഇപ്പം വളരെ പോപ്പുലറായിട്ടൊരു MLA കൂടിയാണ്. അദ്ദേഹത്തിനെതിരെ വരുന്നത് മിക്കവാറും ശ്രേയാംസ് കുമാർ ആയിരിക്കും. പക്ഷേ ശ്രേയാംസ് കുമാറിനെതിരായ ഒരു വികാരമുണ്ട് എന്ന് വിശ്വസിക്കേണ്ട സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചത് ശശീന്ദ്രൻ എന്നൊരു പോപ്പുലർ MLA മാറ്റിയിട്ട് UDF വിട്ട് LDFിലേക്ക് വന്ന RJDക്ക് സീറ്റ് കൊടുക്കുകയും ശ്രേയാംസ് കുമാർ അവിടെ മത്സരിക്കുകയായിരുന്നു ചെയ്തത്. അദ്ദേഹം ആ സമയത്ത് രാജ്യസഭ MP ആയിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹം അവിടെ മത്സരിച്ചു. അപ്പം അദ്ദേഹത്തിനെതിരായിട്ട് അവിടെ ഒരു വികാരം ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ടി സിദ്ദിഖ് വളരെ പുതിയ ഒരാളായിരുന്നു. എന്നിട്ട് പോലും 5000 വോട്ടുകൾക്ക് മേലിൽ ടി സിദ്ദിഖിന് അവിടെ വിജയിക്കാൻ സാധിച്ചു. അപ്പം ഈ തവണ വരികയാണെങ്കിൽ ഒരു പക്ഷേ അത് റിപ്പീറ്റ് ചെയ്യാനായിരിക്കും സാധ്യത കൂടുതൽ. ടി സിദ്ദിഖ് തന്നെ ആയിരിക്കും ആ നിയോജക മണ്ഡലത്തിൽ സർക്കാരിൻ്റെ പദ്ധതികൾ. അത് കേരളമൊട്ടാകെ ഈ ചൂരൽമല മുണ്ടക്കൈ എന്നുള്ള പദ്ധതി കേരളമൊട്ടാകെ വേണമെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നമുക്ക് പറയാം. പക്ഷേ അവിടെ നമ്മൾ മുസ്ലിം ലീഗിനെ തള്ളിക്കളയും. മുസ്ലിം ലീഗും അവിടെ ഒരു 50 വീട് കൊടുത്തിട്ടുണ്ട്. അത് ഈ സർക്കാർ കൊടുക്കുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ മുസ്ലിം ലീഗിന് നല്ല സ്വാധീനമുള്ള മേഖല തന്നെയാണ് ഈ കൽപ്പറ്റ എന്ന് പറയുന്നത്. പിന്നെ ഒരു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞപ്പം നമ്മൾ പറഞ്ഞു മൈനോറിറ്റി കൺസോൾട്ടേഷൻ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിരിക്കും. പക്ഷേ ഈ ഇലക്ഷൻ്റെ ഡേറ്റ് ഇങ്ങനെ അടുത്ത് വരുന്നതോളം അതിൻ്റെ ഒരു എഫക്റ്റ് ചെറിയ രീതിയിൽ കുറയുന്നു എന്നൊരു സംശയമുണ്ട്. പിന്നെ ഈ കൽപ്പറ്റ അല്ലെങ്കിൽ മലബാറിലെ മണ്ഡലങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വോട്ട് ചെയ്യാൻ പോകുന്ന ഇഷ്ടം പോലെ പേരുണ്ട്. ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇവരിൽ എത്ര പേർക്കൊക്കെ തിരിച്ച് നാട്ടിൽ പോയി KMCC ഗൾഫിൽ നിന്ന് പോകുന്ന ആൾക്കാർ, KMCC പോലുള്ള സംഘടനകളെല്ലാം ആൾക്കാരെ മീൻസ് മലബാറിലെ മിക്ക മണ്ഡലങ്ങളും കൽപ്പറ്റയിൽ ഉൾപ്പെടെ ഇങ്ങനൊരു ഹെഡ് ത്രോപ്പ് ഇങ്ങനെ ഒരു പ്രവാസ ലോകം ഇങ്ങനെ നിൽപ്പുണ്ട്. അവർക്കൊക്കെ എത്ര പേർക്ക് പോയി ഇത്തവണ വോട്ട് ചെയ്യാൻ സാധിക്കും? അതൊക്കെ ഒരു
വലിയ ഇഷ്യൂ ആയിട്ട് തന്നെ മാറുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് പറയുകയാണെങ്കിൽ, ആ മണ്ഡലത്തിൻ്റെ പൊതു സ്വഭാവം വെച്ച് പറയുകയാണെങ്കിൽ TCGക്ക് തന്നെ പിന്നെയും വിജയിക്കാനാണ് സാധ്യത കൂടുതൽ. ശ്രേയാംസ് കുമാർ ആണ് ഓപ്പോസിറ്റ് എങ്കിൽ പോലും. ഇപ്പോൾ കൽപ്പറ്റ കഴിഞ്ഞാൽ മാനന്തവാടി ഉണ്ട് അല്ലേ? മാനന്തവാടിയിലേക്ക് നമുക്ക് മാനന്തവാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മന്ത്രി OR കേളുവിൻ്റെ മണ്ഡലമാണ് മാനന്തവാടി എന്ന് പറഞ്ഞത്. ഉഷാ വിജയൻ എന്ന് പറഞ്ഞൊരു കാൻഡിഡേറ്റ് ആണ് UDFന്റെ കാൻഡിഡേറ്റ്. BJPയുടെ കാൻഡിഡേറ്റിനും പ്രഖ്യാപിച്ചിട്ടുണ്ട്. BJPയുടെ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് P. ശ്യാംരാജ് ശ്യാംരാജ് എന്ന് പറഞ്ഞ BJPയുടെ കാൻഡിഡേറ്റ് ആണ്. ഈ മണ്ഡലത്തിലും ഡയറക്റ്റ് നമുക്കറിയാം LDF UDF ഫൈറ്റ് തന്നെയാണ്. മണ്ഡലം നന്നായിട്ട് നോക്കിയ MLA ആണ് OR കേളു. നമുക്കറിയാം ഒരു പട്ടികജാതി സംവരണ മണ്ഡലമാണ്. പക്ഷേ ഇതിനു മുമ്പ് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, PK ജയലക്ഷ്മിയുമായിട്ട് ആദ്യമായിട്ട് മത്സരിച്ച സമയത്ത് PK ജയലക്ഷ്മി ഒരു ചെറുപ്പക്കാരി ആ ഒരു ഇമേജിലൊക്കെ വന്ന് പെട്ടെന്ന് പാർട്ടി സീറ്റ് കൊടുക്കുകയും അവരുടെ നല്ല പ്രവർത്തനങ്ങളൊക്കെ ശേഷം സീറ്റ് കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് PK ജയലക്ഷ്മി. പിന്നെ PK ജയലക്ഷ്മി എങ്ങനെ മന്ത്രിയായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്നത്തെ ആ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആകെക്കൂടി ഒരു വനിത മാത്രമേ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വിജയിച്ചുള്ളായിരുന്നു. അതാണ് PK ജയലക്ഷ്മി. അതുകൊണ്ട് അവരെ മന്ത്രിയാക്കേണ്ട സാഹചര്യം വന്നു. ഇപ്പം പക്ഷേ PK ജയലക്ഷ്മി മാറി. ഉഷാ വിജയൻ എന്ന് പറഞ്ഞ കാൻഡിഡേറ്റാണ്. പക്ഷേ ഉഷാ വിജയൻ ആ മണ്ഡലത്തിൽ പോപ്പുലർ ആണെന്നാണ് പൊതുവെ പറയുന്നത്. അവർ നേരത്തെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് മഞ്ജുനാഥിനെയൊക്കെ ഇടാനായിട്ട് ഉദ്ദേശിച്ചു. പക്ഷെ മണ്ഡലത്തെ ഒട്ടും അറിയാത്ത ഒരാൾ പെട്ടെന്ന് മണ്ഡലത്തിൽ വന്നാൽ ഉഷാ വിജയന് മണ്ഡലത്തെ പറ്റി അറിയാം. അതുകൊണ്ട് മണ്ഡലത്തിൽ തന്നെയുള്ള സ്ഥാനാർത്ഥിയാണ് എന്നത് കൊണ്ട് ഉഷാ വിജയൻ റിപ്ലേസ് ചെയ്യും. പക്ഷെ OR കേളുവിൻ്റെ ജനകീയത, അത് മന്ത്രി എന്ന രീതിയിലും ആ ഒരു സംവരണ മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനം, അതുപോലെ തന്നെ ആ മണ്ഡലത്തിൽ MLA എന്ന രീതിയിലും അദ്ദേഹത്തിന് ചെയ്യാം. അങ്ങനത്തെ ഒരു മണ്ഡലത്തിൽ ഇങ്ങനത്തെ ഒരു ഒരുപാട് വികസനം കൊണ്ടുവരും. കാരണം അങ്ങനത്തെ ഒരു പ്രദേശമാണ്. സാധാരണക്കാരുടെ ഒപ്പം നിൽക്കുക എന്ന് മാത്രമാണ്. അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതൊരു മന്ത്രി എന്ന നിലയിലും MLA എന്ന രീതിയിലും അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു കാൻഡിഡേറ്റിൻ്റെ ബേസ്, അത് മണ്ഡല പുനർനിർമ്മാണത്തിന് ശേഷം മാനന്തവാടി മണ്ഡലം കുറച്ചൊക്കെ UDF സ്വഭാവമുള്ള മണ്ഡലമാണ്. പക്ഷേ കാൻഡിഡേറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല ഇപ്പോൾ അടുത്ത് കണ്ടൊരു സംഭവം, അവിടെ വന്യജീവി ആക്രമണം നടക്കുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അവസാനത്തെ ഡിസിഷനിൽ ഒന്ന് അവരുടെ നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കുക, അത് 14 ലക്ഷമാക്കി ഉയർത്തുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഒരു ഡിസിഷൻസ് ഒക്കെ അവസാന മന്ത്രിസഭ ഇലക്ഷൻ്റെ ലാസ്റ്റ് ടൈമിൽ എടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ പലപ്പോഴും അതൊരു ഒരു ജിമ്മിക്കാന്ന് മാത്രമേ ജനങ്ങൾ കാണിക്കാറുള്ളൂ, ജനങ്ങൾ വിചാരിക്കാറുള്ളൂ. അത് ഇമ്പാക്ട് ചെയ്യില്ല. കഴിഞ്ഞ തവണ കിറ്റ് കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അത് കോവിഡിന്റെ ബേസിസിലായിരുന്നു. ജനങ്ങൾ അത്രത്തോളം പ്രശ്നങ്ങളിൽ നിന്ന് ഒരു സമയത്ത് സർക്കാർ ഹെൽപ്പ് ചെയ്ത് തോന്നി കൂടെ നിൽക്കുന്ന ഒരു സർക്കാരാണ്. ഇപ്പം തന്നെ നമ്മൾ ഈ കോൺഗ്രസിൻ്റെ കാണുന്നത്. ഇത്ര ഒരു അനുകൂല സാഹചര്യം ഉണ്ടെന്ന് നിലവിൽ കേരളത്തിൻ്റെ ഇതിൽ പറയുമ്പം പോലും അവർക്ക് ഇപ്പോഴും കാൻഡിഡേറ്റ്സിനെ ഫുള്ള് തീരുമാനിക്കാൻ പോലും സാധിച്ചില്ല. ഇന്ന നേതാവിന് ഇന്ന നേതാവ് മുഖ്യമന്ത്രിയാണ്, ഇന്ന നേതാവിനെ അനുകൂലിക്കുന്ന ഇത്ര MLA മാരുണ്ടാവണം. പക്ഷേ ഈ MLA എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടിടുന്ന സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ കഴിവുണ്ടോ എന്ന് നോക്കുന്നില്ല. ചിലപ്പോൾ സ്ഥാനാർത്ഥിയുടെ മികവ് കൊണ്ടും സ്ഥാനാർത്ഥിയുടെ പോരായ്മ കൊണ്ട് മാത്രം ഒരു മണ്ഡലം നോക്കും. പഴയ പോലെ ഒരു തരംഗത്തിൻ്റെ പേരിൽ ഒലിച്ചു പോകുന്ന നിയോജക മണ്ഡലങ്ങളൊന്നും അല്ല, പ്രത്യേകിച്ച് ഡീലിമിറ്റേഷന് ശേഷം. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2008 ഡീലിമിറ്റേഷൻ വന്നു കഴിഞ്ഞപ്പം LDF ആയിരുന്നു അധികാരത്തിൽ, VS അച്യുതാനന്ദൻ്റെ മന്ത്രിസഭയായിരുന്നു. എങ്ങനെ ഒരു കൊടുങ്കാറ്റ് വന്നു കഴിഞ്ഞാലും 55-60 സീറ്റ് LDFന് അനുകൂലം എന്നുള്ള രീതിയിൽ സൃഷ്ടിച്ചേക്കുന്ന ഒരു മണ്ഡല പുനർക്രമീകരണത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് മാനന്തവാടി എങ്കിൽ പോലും മാനന്തവാടിയിൽ OR കേളു ജയിക്കാനാണ് സാധ്യത കൂടുതൽ. കാരണം ആ മണ്ഡലത്തെ നന്നായിട്ട് നോക്കി എന്നതാണ് അദ്ദേഹത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മാത്രമല്ല ഒരു മന്ത്രിസ്ഥാനം നൽകി എന്ന് പറയുന്നതും ആ മണ്ഡലത്തിന് വലിയൊരു ഒരു പ്രത്യേകതയാണ് മണ്ഡലത്തിൻ്റെ അല്ലേ. അതെ. മറ്റൊരു മണ്ഡലം അവിടെയുള്ള സുൽത്താൻ ബത്തേരിയാണ്. സുൽത്താൻ ബത്തേരി ഇതുപോലെ ഒരു കോൺഗ്രസ് അനുകൂല മണ്ഡലമാണ് അല്ലേ. അതിനെപ്പറ്റി ഒന്ന് പറയും. സുൽത്താൻ ബത്തേരിയിൽ വേണമെങ്കിൽ 2 കോൺഗ്രസ്സുകാരെ മത്സരിക്കുന്ന പറയാം. കഴിഞ്ഞ തവണ MS വിശ്വനാഥൻ എന്ന് പറഞ്ഞ കാൻഡിഡേറ്റ് ആണ് ഇപ്പോൾ LDFന്റെ കാൻഡിഡേറ്റ് ആയിട്ടാണ് മത്സരിക്കുന്നത്. കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് നമുക്കറിയാം IC ബാലകൃഷ്ണനാണ്. BJPയുടെ കാൻഡിഡേറ്റ് AS കവിത എന്ന് പറഞ്ഞൊരു കാൻഡിഡേറ്റ് ആണ് BJPയുടെ വന്നിട്ടുള്ളത്. ഈ മണ്ഡലത്തിൽ ഡയറക്റ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലമാണ്. MS വിശ്വനാഥ് നല്ല കാൻഡിഡേറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ IC ബാലകൃഷ്ണനും നല്ല കാൻഡിഡേറ്റാണ്. ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നിരുന്ന MLA തന്നെയാണ് IC ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹത്തിന് ഡിഫക്റ്റ് ഉണ്ട്. നമുക്കറിയാം കോൺഗ്രസ്സുകാരൻ തന്നെ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വരികയും പിന്നീട് പാർട്ടി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കേണ്ടി വരികയും അതിൻ്റെ പുറത്ത് ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടായതും പിന്നെ IC ബാലകൃഷ്ണനാണ് ഇതിന് പിന്നിലെന്നൊക്കെയുള്ള ഒരുപാട് കിംവദന്തികളും എല്ലാം ഉണ്ടായ ഒരു നിയോജക മണ്ഡലം ഒരു MLA ആണ് IC ബാലകൃഷ്ണൻ. പക്ഷേ IC ബാലകൃഷ്ണൻ്റെ എന്താ 2 അഡ്വാൻറ്റേജ് എന്ന് വന്നു കഴിഞ്ഞാൽ, ഒന്ന് IC ബാലകൃഷ്ണൻ മണ്ഡലത്തിൽ നിറഞ്ഞു MLA ആയിരുന്നു. അതൊന്ന്.
രണ്ടാമത് UDFന് അനുകൂലമായിട്ടൊരു ട്രെൻഡ് വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ പിന്നെ ഇതൊരു UDF അനുകൂല മണ്ഡലമാണ്. പിന്നെ ചിലർക്കെങ്കിലും ഇപ്പോഴും CPMനുള്ളിൽ വിശ്വനാഥൻ എന്ന കാൻഡിഡേറ്റ് നല്ലതാണെങ്കിലും CPMകാർക്ക് ഇപ്പോഴും അദ്ദേഹത്തെ ഒരു കോൺഗ്രസ്സുകാരനായിട്ട് കരുതുന്നു എന്നൊരു പ്രശ്നമുണ്ട്. അപ്പം ഇതൊക്കെയാണ് IC ബാലകൃഷ്ണൻ ഈ മണ്ഡലത്തിൽ ഒരു ഇതായിട്ട് വരുന്നത്. നമുക്കറിയാം ഇപ്പോഴും ഒട്ടും വികസനം എത്താത്ത സ്ഥലങ്ങളിൽ പെടുന്നതാണ്. ഇതൊരു പട്ടികജാതി സംവരണ മണ്ഡലമൊക്കെ തന്നെയാണ്. എന്നാലും വയനാടിൻ്റെ ഒരു ഹെർട്ട് ഡ്രോപ്പ് തന്നെയാണ് സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നത്. ഈ മണ്ഡലത്തിൽ നമ്മൾ മാനന്തവാടിയെ പറ്റി പറഞ്ഞതുപോലല്ല. മാനന്തവാടിയിൽ ജനങ്ങളുടെ കൊപ്പം നിന്നാൽ മതി. കാരണം അവിടെ മണ്ഡലത്തിൽ വലിയ മോളുകളോ അങ്ങനെയൊന്നും പണിയാൻ അങ്ങനെയൊന്നും പറ്റില്ല. പക്ഷെ സുൽത്താൻ ബത്തേരി വേണമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഡെവലപ്ഡ് ആയിട്ട് മാറ്റാൻ പറ്റുന്നൊരു സ്ഥലമാണ് സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നത്. അവിടെ അത്രത്തോളം വികസനം എത്തിയിട്ടുണ്ടോ എന്നതൊരു ചോദ്യമാണ്. പക്ഷേ ഒരു ട്രെൻഡ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഇതുകൊണ്ട് തന്നെ മുസ്ലിം മൈനോറിറ്റിയുടെ ഒരു സപ്പോർട്ട് നല്ല രീതിയിൽ തന്നെ കിട്ടുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യത്തിൽ സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണന് കേക്ക് വാക്കായിരിക്കും ജയിക്കാനാണ് സാധ്യത കൂടുതൽ. ഇപ്പോൾ വയനാട് ജില്ല വിട്ട് പോവുകയാണെങ്കിൽ അടുത്തത് വയനാട് ലോക്സഭയിലുള്ളത് മലപ്പുറത്ത് 3 മണ്ഡലങ്ങളുണ്ട് അല്ലേ? വണ്ടൂർ, അതുപോലെ നിലമ്പൂർ, അതുപോലെ ഏറനാട്. ഈ 3 മണ്ഡലങ്ങളാണ്. ഇപ്പോൾ നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞതേ ഉള്ളൂ, ഒരു ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ക്ഷീണം കഴിഞ്ഞതേ ഉള്ളൂ. എന്താണ്, നമുക്ക് നിലമ്പൂരേക്ക് പോവാം. ആദ്യം നിലമ്പൂർ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നിലമ്പൂര് ആര്യാടൻ ഷൗക്കത്ത് അലിയാണ്. ആര്യാടൻ ഷൗക്കത്ത് തന്നെയാണ് ഇപ്പോഴത്തെ MLA എന്ന് പറയുന്നത്. ഈ LDFൻ്റെ കാൻഡിഡേറ്റാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ഷറഫ് അലിയാണ് LDFൻ്റെ കാൻഡിഡേറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ പഴയ ഇന്ത്യൻ ഫുട്ബോൾ പ്ലെയർ, നമുക്ക് സന്തോഷ് ട്രോഫിയൊക്കെ നേടിത്തന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഫുട്ബോൾ പ്ലെയറാണ്. ഒരുപാട് ഫുട്ബോൾ ആരാധകരുള്ള സ്ഥലം കൂടിയാണ് ഈ മലപ്പുറം എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ കാൻഡിഡേച്ചർ അവിടെ നല്ലൊരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. പക്ഷേ നമ്മൾ പറഞ്ഞു തുടങ്ങേണ്ടത് ഈ 2008 വരെയുള്ള മണ്ഡലമല്ല ഇന്നത്തെ നിലമ്പൂർ മണ്ഡലം. അത് നേരത്തെ നിലമ്പൂർ മണ്ഡലം, അതായത് ആര്യാടൻ മുഹമ്മദ് വിജയിച്ചുകൊണ്ടിരുന്ന നിലമ്പൂർ മണ്ഡലം എന്ന് പറയുന്നത് അത് പൂർണ്ണമായും UDFനൊപ്പം നിൽക്കുന്ന നിയോജക മണ്ഡലമായിരുന്നു. പക്ഷേ 2008 ഡീലിമിറ്റേഷന് ശേഷമുണ്ടായ നിലമ്പൂർ മണ്ഡലം അത്ര പൂർണ്ണമായി നിൽക്കുന്നതൊന്നുമല്ല. പക്ഷെ ചെറിയൊരു സ്വാധീനം നല്ല രീതിയിൽ UDFനുള്ളത്. പ്രത്യേകിച്ചും മുസ്ലിം ലീഗിനും നല്ല പോക്കറ്റുകളുള്ള, അതുപോലെ തന്നെ നിലമ്പൂർ നഗരസഭയൊക്കെ കോൺഗ്രസിൻ്റെ ഹെർട്ട് ത്രോബാണ്. കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് നഷ്ടപ്പെട്ടെങ്കിലും ഇത്തവണ അവർ നല്ല മാർജിനിൽ പഞ്ചായത്ത് തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ഇപ്പം പിന്നെ വഴിക്കടവൊക്കെ പോലുള്ള മുസ്ലിം ലീഗിൻ്റെ വലിയ സ്വാധീന പ്രതീക്ഷണങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഈ നിലമ്പൂർ എന്ന് പറയുന്നത്. അപ്പം നിലമ്പൂർ മണ്ഡലത്തിൽ ഇത്തവണ ഒരു ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പക്ഷെ ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് ഈ ആര്യാടൻ ചൗക്കത്തിന് വേണ്ടി പ്രവർത്തിച്ച സമയമായിരുന്നു. അദ്ദേഹത്തിന് വലിയ കഷ്ടപ്പാട്. ടീം UDF ഒറ്റക്കെട്ടായിട്ട് നിന്ന് അത് വിജയിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് പിടിച്ചെടുത്ത നിയോജക മണ്ഡലമായിരുന്നു. പിന്നെ PV അൻവർ അവിടെ ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ആയിട്ട് നിന്നത് ഒരു പരിധി വരെ UDFന് തന്നെയാണ് അനുകൂലമായത്. കാരണം LDFന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന, അതായത് PV അൻവറിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ അത് പൂർണ്ണമായും ആ ഒരു നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാർ PV അൻവറിന് തന്നെ വോട്ട് ചെയ്തു. പക്ഷേ LDFന് സ്വാഭാവികമായിട്ടും കിട്ടേണ്ട വോട്ടുകൾ മാത്രമേ LDFന് കിട്ടിയുള്ളൂ. LDFൻ്റെ വോട്ടൊന്നും ചോർന്നിട്ടില്ല, പക്ഷേ സ്വാഭാവികമായിട്ട് കിട്ടേണ്ട വോട്ടുകൾ മാത്രമേ LDFന് കിട്ടിയുള്ളൂ. എക്സ്ട്രാ വോട്ടുകളൊന്നും വീണിട്ടില്ല. അപ്പം ആര്യാടൻ ഷൗക്കത്തിന് ഈ ഇലക്ഷനിൽ വരുന്ന MLA എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പ്രവർത്തനം അതവിടെ വിലയിരുത്തും. അദ്ദേഹത്തിന് അവിടെ നല്ല പ്രവർത്തനമാണ്. ഒരു വർഷം പോലും തികച്ചായിട്ടില്ലല്ലേ? ഇല്ലില്ല, 8-10 മാസം. അപ്പം 10 മാസം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്നത്, ബാപ്പൂട്ടിയുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്നത് ആ മണ്ഡലം നല്ല രീതിയിൽ വിലയിരുത്തുന്ന കാര്യമാണ്. പിന്നെ അദ്ദേഹത്തെ പറ്റി നേരത്തെ പറഞ്ഞു കേട്ടുകൊണ്ടിരുന്നത്, അദ്ദേഹം MLA ആവുന്നതിനൊക്കെ മുമ്പ് നഗരസഭ ചെയർമാനൊക്കെ ആയിരുന്ന സമയത്ത് കുറച്ച് മസിലൊക്കെ പിടിച്ച് നടക്കുന്നത്. പക്ഷേ MLA ആയതിനു ശേഷം കുറച്ചുകൂടെയൊക്കെ സോഷ്യലി മസിലൊക്കെ ഒന്ന് അഴിഞ്ഞ് മണ്ഡലത്തിന് നോക്കുകയും അങ്ങനെയൊക്കെ എന്തൊക്കെയോ 10 മാസം കൊണ്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ നോക്കേണ്ടത് ഷറഫ് അലിക്ക് എന്തുമാത്രമാണ് PV അൻവർ ഉണ്ടാക്കിയ സ്വാധീനമൊന്നും ഷറഫ് അലിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മളെന്തൊക്കെ ഫുട്ബോൾ ഫാൻസ് കാര്യങ്ങളെന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു പരിധി വരെ പാർട്ടി നോക്കുന്ന ആൾക്കാരൊക്കെ തന്നെയുണ്ട്. പിന്നെ കുറച്ച് ജെൻസീസിൻ്റെ വോട്ടൊക്കെ നല്ല രീതിയിൽ ഷറഫ് അലിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇന്നത്തെ ജെൻസീസിന് എന്തുമാത്രം ഷറഫ് അലി അറിയാം എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഷറഫ് അലി ഒരു നല്ല പ്ലെയറായിരുന്നു. ഒരു പക്ഷേ പ്രദീപേട്ടൻ്റെ കാലത്ത്, ഞാനൊക്കെ വളർന്നു വരുന്ന ഒരു സമയത്ത് അദ്ദേഹം ഓൾറെഡി റിട്ടയർമെൻ്റ് ഒക്കെ ചെയ്ത്. പക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ട് സന്തോഷ് ട്രോഫി എത്തുന്ന കഥയും അതെല്ലാം. വിജയൻ, ഷറഫ് അലി, VP സത്യൻ, അതെ, അവരൊക്കെയുള്ള വലിയൊരു ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് എത്ര പേർക്ക് അത് അറിയാം എന്നൊരു ചോദ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന് എവിടെ നിന്നാണ് വോട്ടുകൾ കിട്ടുന്നത്? കാരണം മലപ്പുറം ജില്ലയിൽ
ഇത്തവണത്തെ ഇലക്ഷനിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ല, ഈ 2 ജില്ല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ന്യൂനപക്ഷ വിഭാഗം, അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ടുകൾ കൺസോൾട്ടേറ്റ് ചെയ്ത് UDF കാൻഡിഡേറ്റിന് വരും. അത് നമുക്ക് ഉറപ്പാണ്. അങ്ങനെ ഒരു സാഹചര്യമാണ്. ഇപ്പം സാധ്യതകളെല്ലാം മാറുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തെക്കൊക്കെ കുറച്ചൊക്കെ ആ ഒരു ഹെയ്റ്റിങ്ങിനെ കുറിച്ച് കുറഞ്ഞു വരുന്നുണ്ട്. എന്നാലും മലപ്പുറം ജില്ലയിൽ ഇപ്പോഴും, അത് പ്രത്യേകിച്ചും വെള്ളാപ്പള്ളിയൊക്കെ അന്ന് നടത്തിയ പരാമർശവും, അത് വെള്ളാപ്പള്ളി പിന്നെ മുഖ്യമന്ത്രിയുടെ കാറ് കയറ്റിയതും, അതൊക്കെ ഇപ്പോഴും ഓർക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അവർക്കത് ഭയങ്കരമായിട്ട് വേദനിച്ചിട്ടുണ്ട്. അപ്പം മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ടുകൾ കൺസോൾട്ടേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം വരും. പിന്നെ ഈ ഒരു മണ്ഡലത്തെ സംബന്ധിച്ച് ക്രൈസ്തവ വോട്ടുകൾ നല്ല രീതിയിലുള്ള നിയോജക മണ്ഡലമാണ് ഈ നിലമ്പൂർ എന്ന് പറയുന്നത്. നിലമ്പൂരിലെ DCC പ്രസിഡൻ്റായിട്ടുള്ള നമ്മുടെ വി ജോയ് ഒക്കെ ഈ നിലമ്പൂരുകാരനാണ്. കുടിയേറ്റ കർഷകരും നല്ലവരുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ഹിന്ദു വോട്ടിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നിയോജക മണ്ഡലമാണ് ഈ നിലമ്പൂർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, പക്ഷെ ഭൂരിപക്ഷം ഈ ഉപതെരഞ്ഞെടുപ്പ് കിട്ടിയ 10,000 കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും കിട്ടാൻ ചിലപ്പം സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ സാധ്യതയുണ്ട്. അങ്ങനെയൊന്നും വരില്ല. അങ്ങനെയൊന്നും വരില്ല. ചിലരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷ സ്വഭാവം മൈൻഡിലുള്ളവരായിരിക്കും. അവർക്ക് പക്ഷേ ആ ഒരു സമയത്ത് ചിലപ്പം PV അൻവർ ചിലപ്പം കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ട് PV അൻവറിനോടൊരു അഫെക്ഷൻ, പേഴ്സണൽ വോട്ടുണ്ട്. PV അൻവർ മത്സരിക്കുന്നില്ലാത്തൊരു സാഹചര്യത്തിൽ ആ വോട്ടുകൾ ഒരു പക്ഷേ LDFന് പോകാൻ ചാൻസ്. പക്ഷെ ഒരുപാട് PV അൻവറിന് സത്യം പറഞ്ഞ ഒരു 20,000 വോട്ടാണ് കിട്ടിയത്. 20,000 ഒന്നും LDF കാൻഡിഡേറ്റിന് പോയില്ല, സ്പ്ലിറ്റ് ആവും. ചിലപ്പോൾ ഒരു 75% UDFനും 25% LDFനുമായിട്ട് സ്പ്ലിറ്റ് ആവും. അങ്ങനെ വരുമ്പോൾ ഭൂരിപക്ഷം കൂടും. പക്ഷേ അതിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്വഭാവം വെച്ചിട്ട് ഷറഫ് അലിക്ക് ഇച്ചിരി പാടാണ്. ഷൗക്കത്ത് തന്നെ ജയിക്കാനാണ് ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യത കൂടുതലെന്ന് നമുക്ക് പറയാം. നിലമ്പൂർ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് വണ്ടൂരാണ്. വണ്ടൂർ കോൺഗ്രസിന്റെ മണ്ഡലമാണ്, അതും കോൺഗ്രസ് സംഭരണ മണ്ഡലമാണ് അല്ലേ? അവിടുത്തെ ഒരു സാധ്യത. K. ദാമോദരൻ എന്ന് പറഞ്ഞൊരു കാൻഡിഡേറ്റ് ആണ് LDFന്റെ കാൻഡിഡേറ്റ് വരുന്നത്. ഈ LDF വണ്ടൂരിൽ വിജയിച്ച ഒരു സാഹചര്യം 96 ഇലക്ഷനിലായിരുന്നു. അന്ന് ഈ പന്തളം സുധാകരനെതിരെ, പന്തളം സുധാകരനായിരുന്നു അന്ന് വരെ കോൺഗ്രസിന്റെ MLA എന്ന് പറയുന്ന വണ്ടൂര്. എനിക്ക് തോന്നുന്നു പുള്ളി മന്ത്രിയായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? മന്ത്രിയായിട്ടുണ്ട്. വണ്ടൂരിൽ നിന്നാണ് മന്ത്രിയായിട്ടുള്ള. അതിനുശേഷം പിന്നെ അദ്ദേഹത്തിന് നിലനിർത്താൻ പറ്റിയിട്ടില്ല എന്നൊരു ചരിത്രമുണ്ട്. അപ്പം പന്തളം സുധാകരനെതിരെ ഒരു വികാരം വരികയും 96 ഇലക്ഷനിൽ ഒരു LDFന് അനുകൂലമായിട്ടൊരു ഇന്നത്തെ ഞാൻ ഇപ്പം കമ്പയർ ചെയ്യുന്നത് ശരിക്കും 96 ഇലക്ഷനുമായിട്ടാണ്. ഒരു വലിയ ട്രെൻഡിൽ ഒരുപാട് കാലുവാരിലൊക്കെ UDFനുള്ളിൽ നടക്കും. UDFന് അനുകൂലമായിട്ടൊരു പോസിറ്റീവ് ഉണ്ട്. പക്ഷേ അതിൽ എങ്ങനെ വിജയിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ 96 ഇലക്ഷനിൽ VS അച്യുതാനന്ദൻ തോറ്റ, ലോറൻസ് തോറ്റ ഇലക്ഷനാണ്. അങ്ങനെ പലരും തോറ്റിട്ട് മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ട് EK നായനാർ പിന്നെ വന്ന് ഇറങ്ങി മത്സരിച്ച് വിജയിച്ചതാണ്. ആ ഒരു 96 ഇലക്ഷനുമായിട്ട് നമുക്ക് ഈ ഓരോ ഇലക്ഷൻ്റെ ട്രെൻഡ് കാണുമ്പോഴും ഉണ്ടല്ലോ, നമുക്ക് ചെറിയൊരു കാൽക്കുലേഷൻസ് കാണും. കാരണം ഞാൻ ഈ 2024 നമ്മൾ ചെയ്തപ്പോൾ എൻ്റെ മൈൻഡിലൊരു കാൽക്കുലേഷൻ, 2024 എങ്ങനെ LDFന് അനുകൂലമായിട്ട് വന്നോ അതുപോലെ തന്നെ ആയിരിക്കും ഏറെക്കുറെ UDFന് അനുകൂലമായിട്ട് വരുന്നത്. അതായത് 18-1-1 അന്നും ഇന്ത്യ കാൻഡിഡേറ്റ്, ഇപ്പോഴും ഇന്ത്യ കാൻഡിഡേറ്റ് ജയിച്ചു അവർ. പക്ഷെ ഞാൻ ഇത്തവണ കമ്പയർ ചെയ്യുന്നത് 96 ഇലക്ഷൻ്റെ ഒരു സാഹചര്യമാണ്. ഇപ്പോൾ UDFന് അനുകൂലമായിട്ടൊരു ഇതുണ്ട്, പക്ഷെ ഇവർ കാല് വാരിയാൽ നൈസായിട്ട് തോക്കുകയും ചെയ്യും. പിന്നെ ഇന്നത്തെ മണ്ഡലങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഒരു LDFന് പ്രോയായിട്ട് വെച്ചിരിക്കുന്ന സാഹചര്യമാണ്. അപ്പം 96 ഇലക്ഷന് ഞാൻ പറഞ്ഞ പന്തളം സുധാകരൻ തോറ്റു. അവിടെ ഒരു നല്ല LDFൻ്റെ കാൻഡിഡേറ്റ് വന്നു, പേര് ഓർക്കുന്നില്ല. അപ്പം അദ്ദേഹം വിജയിച്ചു. അദ്ദേഹം ഒരു തെങ്ങുകയറ്റ തൊഴിലാളിയൊക്കെ ആയിരുന്നു. അദ്ദേഹം വിജയിച്ചു. പക്ഷെ അതിൻ്റെ UDF സ്വഭാവമുള്ള മണ്ഡലമാണ് വന്ന്. പക്ഷേ ഇന്നത്തെ മണ്ഡലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ LDFനും ഒരു കൈ നോക്കാം. പക്ഷെ ഇന്നത്തെ വണ്ടൂർ മണ്ഡലം അതല്ല. ഇന്നത്തെ മണ്ഡലം AP അനിൽകുമാർ അല്ല വേറെ ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മുസ്ലിം ലീഗിൻ്റെ വോട്ടും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ UDF സുഖമായിട്ട് ജയിക്കുന്ന മണ്ഡലമാണ് ഇന്നത്തെ വണ്ടൂർ മണ്ഡലം. അപ്പം AP അനിൽകുമാർ എന്ന കാൻഡിഡേറ്റ് വിജയിക്കും. നേരത്തെ മന്ത്രിയൊക്കെ ആയിട്ടുള്ള LDFന് വേണ്ടി K. ദാമോദരൻ എന്ന് പറഞ്ഞൊരു കാൻഡിഡേറ്റാണ്. അദ്ദേഹം ലോക്കലി പോപ്പുലറാണ്. പക്ഷേ അങ്ങനെ ഒരു ലോക്കലി പോപ്പുലറായിട്ടാണെങ്കിലും അങ്ങനെ വിജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലം അല്ല ഇന്നത്തെ മണ്ഡലം. BJPക്ക് സാധ്യത തീരെ കുറവ്. BJP കാൻഡിഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. BJPക്കും സാധ്യത വളരെ കുറവായിട്ടുള്ള മണ്ഡലമാണ്. അപ്പോൾ മുസ്ലിം നമ്മൾ ഈ മണ്ഡലത്തെ പറ്റി അധികം പറയേണ്ട കാര്യമില്ല. പക്ഷേ വികസനം എത്തി നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MLA മന്ത്രിയൊക്കെ ആയിട്ടും ഈ പൊതുവെ ഇപ്പം മുസ്ലിം ലീഗിൻ്റെ മണ്ഡലങ്ങളായാലും ശരി, കണ്ണൂരിലെ CPMൻ്റെ മണ്ഡലങ്ങളായാലും ശരി, കുത്തക മണ്ഡലങ്ങളിലൊക്കെ
അങ്ങ് ജയിച്ചിട്ട് പോകും. അവിടെയൊക്കെ വികസനങ്ങൾ തീരെ കുറവാണ്. വികസനം ചർച്ചയാവുന്നില്ല. വികസനം അങ്ങനെ രാഷ്ട്രീയമാണ് ചർച്ചയാകുന്നത്. അപ്പം അതൊരു വലിയ മൈനോറിറ്റിയാണ്. ഇപ്പം നമ്മൾ കണ്ണൂരിലെ മണ്ഡലങ്ങൾ എടുത്ത് നോക്കുക, ഇപ്പോഴും നമുക്ക് 80കളിലൊക്കെ സിനിമകളൊക്കെ ഈസിയായിട്ട് നമുക്ക് പിടിക്കും. അപ്പം മലപ്പുറത്തായാലും അതൊക്കെ തന്നെ അവസ്ഥ. അപ്പം ഈ വണ്ടൂരും അങ്ങനത്തെ ഒരു മണ്ഡലങ്ങളിൽ പെടുന്ന ഒരു മണ്ഡലമാണ്. അപ്പം AP അനിൽകുമാർ സുഖമായിട്ട് വിജയിക്കുന്ന ഒരു മണ്ഡലമാണ്. വികസനവും കാര്യങ്ങളും എല്ലാം നോക്കാം. പിന്നെയുള്ളത് ഏറനാട് മണ്ഡലമാണ്. ഏറനാട് നമുക്കറിയാം PK ബഷീറാണ്, മുസ്ലിം ലീഗാണ്. അവിടെ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് പൊതുവെ വിചാരിക്കുന്നത്. എന്താണ് മലപ്പുറത്ത് CPI കൊടുത്തിട്ടുള്ളൊരു നിയോജക മണ്ഡലമാണ് ഈ ഏറനാട് എന്ന് പറയുന്ന നിയോജക മണ്ഡലം. ഷഫീർ കിരിച്ചേരി എന്നൊരു കാൻഡിഡേറ്റ് ആണ്. പക്ഷേ ഈ ഏറനാട് മണ്ഡലത്തെ പറ്റി പറയുകയാണെങ്കിലും ഒരു പ്രോ UDF മണ്ഡലമാണ്. മുസ്ലിം ലീഗിൻ്റെ കുത്തക മണ്ഡലങ്ങളിൽ ഒന്നാണ് ഈ മണ്ഡലം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ്. അപ്പം ഇപ്പോൾ നമ്മൾ ലോക്സഭാ ഇലക്ഷൻ്റെ ഒക്കെ ഭൂരിപക്ഷം നോക്കി കഴിഞ്ഞാൽ 50,000 വോട്ടിനൊക്കെ ഭൂരിപക്ഷമാണ്. അപ്പം വേറൊരു കാര്യമുണ്ട്. ഈ 2011 തോന്നുന്നു ഈ PV അൻവർ എതിർ സ്ഥാനാർത്ഥിയായിട്ട് അനുസരിച്ച് ഈ PK ബഷീറിനെതിരെ തന്നെ സ്വതന്ത്രനായിട്ട് അതേമായിരുന്നു അവിടെ സെക്കൻഡ് എത്തിയത്. CPI കാൻഡിഡേറ്റ് 3ാം സ്ഥാനത്തായിരുന്നു. ഓക്കെ, അപ്പം ഇൻഡിവിജ്വലി ഒരാൾക്ക് വോട്ട് പിടിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വോട്ട് പിടിക്കാവുന്ന നിയോജക മണ്ഡലം കൂടിയാണ്. ഈ CPIക്ക് അവിടെ സ്വാധീനം കുറവാണ്. CPMന് വേണമെങ്കിൽ കുറച്ചുകൂടെ ഉണ്ടായെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ ഒരു പീക്ക് വോട്ടാണ്. PK ബഷീർ എന്ന കാൻഡിഡേറ്റും ഭയങ്കര പോപ്പുലറാണ്. അദ്ദേഹത്തിൻ്റെ തമാശകളും അദ്ദേഹത്തിൻ്റെ ഫാദറും പാരമ്പര്യം, അദ്ദേഹത്തിന്റെ തമാശ നിയമസഭയിൽ നടത്തുന്ന പെർഫോമൻസിനും ഒക്കെ ഈ 90s ജെൻസി കിഡ്സിനൊക്കെ നല്ല ഫാൻ ബേസ് ഉണ്ട്. അപ്പം വികസനം കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട നിയോജക മണ്ഡലമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അടിസ്ഥാനപരമായ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു നിയോജക മണ്ഡലമാണ്. പക്ഷെ ഒരു പരിധി വരെയൊക്കെ MLA പോപ്പുലറാണ്. MLA ജനങ്ങളുടെ കൂടെ തന്നെ നിന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്. പിന്നെ മുസ്ലിം ലീഗിൻ്റെ സ്വാധീനമുണ്ട്. അപ്പം അതെല്ലാം വെച്ച് മുസ്ലിം ലീഗ് വിജയിക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ്. നമ്മൾ ഇപ്പം പറയുന്ന ഈ വയനാട് ജില്ലയിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള നിയോജക മണ്ഡലങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഈ ലോക്സഭാ മണ്ഡലം തന്നെ സൃഷ്ടിച്ചത് UDFന് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ നമ്മൾ പറയുമ്പം നമുക്ക് ഈ പറയേണ്ടത് മൊത്തം UDFൻ്റെ ജയിക്കും ഇന്ന കാൻഡിഡേറ്റ് ജയിക്കും എന്ന് നമുക്ക് പറയുന്നത്. ഇതിനെപ്പറ്റി നമുക്ക് ഒരുപാട് സംസാരിക്കേണ്ട. അടുത്ത നിയോജക മണ്ഡലത്തെ പറ്റി നമുക്ക് സംസാരിക്കാം. തീർച്ചയായും തിരുവമ്പാടി ലിൻഡോ തൽക്കാലം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. ലിൻഡോ ഭയങ്കര പോപ്പുലറാണ്. ഇപ്പം ഈയിടെ മാതൃഭൂമി ന്യൂസിൻ്റെ ഒരു സർവേ ഉണ്ടായിരുന്നു. അതിൽ 8ോ 6ാം സ്ഥാനത്തോ 7ാം സ്ഥാനത്തോ അങ്ങനെ കണ്ട ലിൻഡോ നിൽക്കുന്നത്. ലിൻഡോ നല്ല പോപ്പുലറാണ്. അവിടെ ഉള്ള കുട്ടികളുടെ നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. കുട്ടികളുടെ ചെറിയ ഈ കടയുടെ ഉദ്ഘാടനത്തിന് പോലും പോകുന്ന ഒരു MLA ആണ് ലിൻഡോ എന്ന് പറയുന്നത്. ലിൻഡോ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച സാഹചര്യം എന്ന് പറഞ്ഞാൽ ലിൻഡോ ഈ നമ്മുടെ ഫ്ലഡിൻ്റെ സമയത്ത് ലിൻഡോയ്ക്ക് ഒരു അപകടം ഉണ്ടായി. രക്ഷിക്കാൻ പോയിട്ട് അദ്ദേഹത്തിന് ജീപ്പ് ഓടിക്കേണ്ടതൊക്കെ വരികയും ആംബുലൻസ് ഓടിക്കേണ്ടതൊക്കെ വരികയും ഒക്കെ ചെയ്ത് അദ്ദേഹത്തിന് കാലിന് അപകടം ഉണ്ടായി. പിന്നീട് അത് വിവാദമായല്ലോ കഴിഞ്ഞ ഈ നിയമസഭയുടെ കാലഘട്ടത്തിൽ വികലാംഗന അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അങ്ങനെയൊന്നുമല്ല, മണ്ഡലം നന്നായിട്ട് നോക്കിയിട്ടുണ്ട് പുള്ളി. പക്ഷേ ഒരു ട്രെൻഡ് വരുമ്പോൾ ഈ കുടിയേറ്റ കർഷകരുടെ എല്ലാം നല്ല പിന്തുണ, ക്രിസ്ത്യൻ പിന്തുണ നല്ലപോലെ ലിൻഡോ ജോസഫിനുണ്ട്. അങ്ങനെ പറയുമ്പോഴും കഴിഞ്ഞ തവണയൊക്കെ മുസ്ലിം ലീഗിനുള്ളിൽ സംഭവിച്ചത് മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ എപ്പോഴും ഒരു പ്രശ്നം വരുന്നുണ്ട്. കാരണം കോൺഗ്രസ് എപ്പോഴും പ്രതീക്ഷിക്കും ഇത്തവണ ടോക്കതുണ്ടായിരുന്നു തിരുവമ്പാടി കോൺഗ്രസ് ആയിരിക്കും മത്സരിക്കുന്നതെന്ന്. പക്ഷെ മുസ്ലിം ലീഗ് സമ്മതിക്കില്ല. അല്ലെങ്കിൽ വേറൊരു മണ്ഡലം കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നത് കൊണ്ട് മുസ്ലിം ലീഗ് തന്നെ മത്സരിച്ചു വന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ കാൻഡിഡേറ്റും ഈ തവണത്തെ കാൻഡിഡേറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ CK കാസിം എന്ന് പറയുന്നത് കുറച്ചുകൂടെ പോപ്പുലറായിട്ടുള്ള കാൻഡിഡേറ്റാണ്. ഇന്ന് കഴിഞ്ഞ തവണ ചെറിയ മുഹമ്മദാണ് തോന്നുന്നു മത്സരിച്ചത്. അദ്ദേഹത്തിനെക്കാട്ടിലും പോപ്പുലറായിട്ട് അവിടുത്തെ ആളുകളുടെ കൂടെ മുസ്ലിം ലീഗിലെ വോട്ടുകളൊന്നും സ്പ്ലിറ്റ് ചെയ്യാതെ ഒറ്റക്കെട്ടായിട്ട് UDFന് കിട്ടും. കോൺഗ്രസ് വോട്ടുകൾ എന്തുമാത്രം കിട്ടുമെന്നൊരു ചോദ്യമാണ്. അതും ഈ ഒരു ട്രെൻഡിൻ്റെ പുറത്ത് ഇത്തവണ ജീവമരണ പോരാട്ടം ആയതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ ട്രെൻഡിൻ്റെ പുറത്ത് ഒരുപക്ഷെ UDFന് കിട്ടിയെന്ന് വരും. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ UDFന് ജയിക്കാം. പക്ഷേ ലിൻഡോ ജോസഫ് എന്ന വ്യക്തി MLA അത്രത്തോളം പോപ്പുലറായിട്ടുള്ളൊരു നിയോജക മണ്ഡലം ആയതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ എന്തായിരിക്കും സാധ്യത എന്നത് വളരെ ടഫാണ്. ഒരു പക്ഷേ ലിൻഡോ ജോസഫ് സ്വന്തം വ്യക്തിപ്രഭാവം കൊണ്ട് വിജയിക്കുന്ന മണ്ഡലം ആയിരിക്കാം ഈ തിരുവമ്പാടി. നമുക്ക് ടൈറ്റിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കൂട്ടാമെങ്കിലും പ്രോ LDF എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാൻഡിഡേറ്റിൻ്റെ മികവ്. ആ മണ്ഡലത്തിലും ഒരുപാട് വികസന പ്രശ്നങ്ങളുണ്ട്. പിന്നെ തിരുവമ്പാടിയിൽ തുരങ്കപാത
അതൊക്കെ ഈ ഇലക്ഷനിൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവം. ആ ഒരു മണ്ഡലത്തിലെങ്കിലും കേരളം പൊതുവേ എങ്കില്ല, കേരളം പൊതുവേ നമുക്ക് വേണമെങ്കിൽ ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ടെന്ന് പറയാം. അത് ഈ സർക്കാരിനോട് തോന്നുന്ന, സർക്കാർ എന്തെങ്കിലും മോശം ചെയ്തതുകൊണ്ടല്ലേ. 10 വർഷമായി ഒരു മാറ്റം വേണമെന്ന് സ്വാഭാവികമായിട്ടും ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് ഇപ്പം ഭയങ്കരമായിട്ട് ജനങ്ങൾ വെറുത്തു പോയിട്ടുണ്ട്. അതൊക്കെ കൊണ്ടായിരിക്കാം LDF എതിരെ ഒരു ഫീലിംഗ് വന്നത്. അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ശബരിമല ഒന്നും വലിയ രീതിയിൽ ജനങ്ങൾക്ക് ഒരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് തൊട്ടടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിൽ അവരങ്ങ് കുത്തി തീർക്കും. അത് ബാലറ്റ് ഇട്ട് അവർ തീർക്കും. പക്ഷേ ആ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് തീർന്നു. ഇപ്പം നമ്മൾ 19 ശബരിമലയുടെ ഇഷ്യൂ വന്നു, തൊട്ടടുത്ത് വന്ന 20 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയോ? ഒന്നും ഉണ്ടാക്കിയില്ല. അപ്പം വേറെ ആയിരുന്നു വിഷയം, കോവിഡ്, കിറ്റ്, അതൊക്കെയായിരുന്നു വിഷയം. പക്ഷെ കിറ്റിന് വേണ്ടിയിട്ടുള്ള വോട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിനുശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അപ്പോഴും ഒരു കോവിഡിൻ്റെ പ്രതിസന്ധിയിൽ നിൽക്കുക. അപ്പം ഹെൽപ്പ് ചെയ്യുന്നത് ആരാ? അപ്പം ഇവരിങ്ങനെ ചെയ്തു എന്നതുകൊണ്ട് പോസിറ്റീവ് വോട്ട് LDF പോയി. ഇപ്പോൾ ഒരു നെഗറ്റീവ് വോട്ടുകളാണ് വരുന്നത്. നെഗറ്റീവ് വോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് സെക്ടറിന് എതിരായിട്ടുള്ള ഇഷ്യൂ ഇപ്പോൾ ഇങ്ങനെ കത്തിക്കേറിയൊക്കെ വരുന്നത് കൊണ്ട് ഈ ഇലക്ഷനിൽ, ഇപ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ശബരിമലയൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി, അങ്ങനത്തെ സാഹചര്യമുണ്ട്. പിന്നെ കുറേ മണ്ഡലങ്ങൾ അവർ തന്നെ, പഞ്ചായത്തുകൾ അവർ തന്നെ ആയിരുന്നത് കൊണ്ട് പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ട് N ബ്ലോക്കായിട്ട് UDF വന്നു. ആ ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ അത് തീർന്നു. ഇപ്പോഴും ഒരു പക്ഷേ മുസ്ലിം വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഒരു പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ അത്രയും വരുമെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും അത് ഒരു ഫാക്റ്റായിട്ട് നിന്നിട്ടുണ്ട്. ശബരിമല ഒരു ഇഷ്യൂ അല്ല, അത് കഴിഞ്ഞു. ഇപ്പം പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർക്കാരിനെതിരെയുള്ള ആൻറ്റി ഇൻകംബൻസി, അതായത് 10 വർഷം തുടർന്നൊരു സർക്കാർ വേണോ വേണ്ടയോ എന്നൊരു ചോദ്യം, അത് ജനങ്ങളുടെ ഉള്ളിലുണ്ട്. ഈ സർക്കാർ ചെയ്ത കുറച്ച് മോശം കാര്യങ്ങളുമുണ്ട്, അതിലുപരി അവർ ചെയ്ത ഒരുപാട് വികസന കാര്യങ്ങളുമുണ്ട്. പക്ഷേ ഈ 2 ചോദ്യങ്ങളുടെ ഇടയിലാണ് ജനങ്ങൾ നിൽക്കുന്നത് കൊണ്ടാണ് ഇത്തവണ UDF അനുകൂലമായ ഒരു പോസിറ്റീവ് വോട്ട് വരാൻ സാധ്യതയുണ്ട്. LDF നെഗറ്റീവ് കൊണ്ടല്ല, മടുപ്പ് കൊണ്ട്. അതുകൊണ്ട് ഈ മണ്ഡലത്തിൽ ഒരു പക്ഷേ ലിൻഡോ ജയിക്കാൻ 50-50 ടൈറ്റ് മണ്ഡലം എന്ന് നമുക്ക് പറയാം. ഒരു പക്ഷേ CK കാസിം ഒരു അനുകൂല തരംഗത്തിൻ്റെ പുറത്തുള്ള ഒരു UDF മണ്ഡലമായതുകൊണ്ട് ചിലപ്പം ജയിച്ച് കയറാം. അല്ലെങ്കിൽ ലിൻഡോ ജോസഫ് സ്വന്തം വ്യക്തിപ്രഭാവം കൊണ്ട് പ്രോ ലിൻഡോ ജോസഫ് ആവും. LDF ഒരു പക്ഷേ ടൈറ്റാണ്, എന്നാലും LDF ജയിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള 7 നിയമസഭാ മണ്ഡലങ്ങൾ, അതിനെപ്പറ്റിയാണ് പറഞ്ഞത്. അവിടെ നിലവിലുള്ള സാഹചര്യം 2 LDF ബാക്കി 5 പേരും UDF ആണ്. സാധ്യത വളരെ കൂടുതൽ അത് തന്നെ നിലനിൽക്കാനാണ്. പക്ഷേ ലിൻഡോ ജോസഫിന് ചിലപ്പോൾ ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ പോപ്പുലാരിറ്റി കാരണം, അദ്ദേഹം വ്യക്തിപ്രഭാവം കാരണം വിജയിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലേ? അല്ല, വയനാട് ഇതാണ് ഒരവസ്ഥ, വയനാട് ലോക്സഭാ മണ്ഡലം. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ലോക്സഭാ മണ്ഡലമായി അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും. ഓരോ ലോക്സഭാ മണ്ഡലങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് ഇത്തവണ ഈ ഒരു പരിപാടി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങൾ ക്ഷണിക്കുകയാണ് അല്ലേ? അതെ, താങ്ക് യു.